ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. കാലത്തന്നെ ഞാൻ കുളിച്ച് സുന്ദരിയായി. ഇനി ഞാൻ അടുത്തതായിട്ട് കുറച്ച് ക്രീമൊക്കെ ഇടാൻ. എൻ്റെ മേത്തെല്ലാം ക്രീം തേച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കേൾക്കുമ്പോൾ ഇതാ അമ്മ പിന്നെയും കൊണ്ടുണ്ട് മുഖത്തെല്ലാം ക്രീമൊക്കെ വലിച്ചു വാരിയിട്ടു. അതും കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ ഒരു ചീപ്പ് കൊണ്ട് തന്നെ എൻ്റെ മുടിയൊക്കെ പിടിച്ച് ഈരി വൃത്തിയാക്കുവാണ്. പക്ഷെ നിങ്ങൾ കണ്ട എൻ്റെ മുടി അത് ഞാനേ മുടി വെട്ടാൻ നേരം ഒന്ന് ഉറങ്ങിപ്പോയപ്പോഴേ ലെവലൊന്നും ശരിയായില്ല. പിന്നെ ദേ അടുത്ത ബ്രഷിൻ്റെ ചീപ്പ് കൊണ്ട് പിന്നെ അമ്മയിട്ട് തന്നെ ദേ ഈരി ഈരി റെഡിയാക്കുക. അതിന് മാത്രം ഇച്ചിരി നീളമുള്ള മുടി എനിക്ക് ഉണ്ടാ ഇല്ലല്ല എന്നത്തും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓഹ്, അത് കഴിഞ്ഞ് ഞാനൊന്ന് ആശ്വാസമായിട്ട് നോക്കുക ഇനി അടുത്തത് എന്ത് കുടിശാ വരുന്നതെന്ന്. ദേ വരുന്നു അടുത്തതായിട്ട് അമ്മ ഒരു പൊട്ട് കുത്താൻ വരുന്നു. ഞാൻ സാധാ പൊട്ട് കുത്താനൊന്നും സമ്മതിക്കില്ല. ഇന്നെവിടെയോ പോകാൻ റെഡിയാവാന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാനിങ്ങനെ കിടന്നു കൊടുക്കുന്നത്. അങ്ങനെ പൊട്ടും കുത്തി പുരികു എഴുതി. ഓഹ്, എന്തൊക്കെ കഷ്ടപ്പാടാ. അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ കുറേ പമ്പറും കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് അമ്മ ഞാൻ അടങ്ങിക്കിടക്കാനായിട്ടൊരു ഹെയർ ബോ തന്നെ അത് നോക്കി ഇരിക്കലേ ദേ പിന്നെ ഒരു ട്രൗസർ കൊണ്ടിരിച്ചു, ഉടുപ്പ് കൊണ്ടിരിച്ചു. എനിക്കാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. അവസാനം അതും കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടു ഒന്ന് ശ്വാസം ഇടാൻ നേരം ദേ കൊണ്ടുവന്ന അടുത്ത ക്ലിപ്പ്. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ നിലത്ത് കയറി ഉരുണ്ട് മുഖത്തും സമ്മതിച്ചില്ല. അമ്മ എങ്ങനെയൊക്കെയോ ക്ലിപ്പ് കുത്തി. എന്നിട്ട് പിന്നെയും ചീപ്പ് കൊണ്ടിട്ടിരുന്നു. ആകെ ഒരു ഇച്ചിരി മുടിയല്ലേ കൈശോള്ള എനിക്ക്. എന്നിട്ട് ഈ ക്ലിപ്പ് കുത്താനുള്ള കാര്യമുണ്ടാ? അമ്മയ്ക്ക് പറഞ്ഞാൽ കേൾക്കൂല. എല്ലാം കഴിഞ്ഞിട്ടേ പിന്നെ എൻ്റെ കണ്ണിന് കൊണ്ട് വാലിരിക്കുവാന്നേ, ഒരു വാല്. അമ്മ ചീത്ത പറഞ്ഞാൽ അമ്മ ഇതൊന്നും ഇരിക്കാതെ എന്നെ വിടത്തൊന്നുമില്ല. ഇടയിൽ ഒരു വളയും കൊണ്ടിരിച്ചു. എൻ്റെ പൊന്നോ, ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകാൻ പോവുക. കാറിലിരുന്ന് ഞാൻ നല്ല മിടുക്കി മോളായിട്ടിരിക്കുവേ. കണ്ട ഞങ്ങളങ്ങനെ കാഴ്ചയും കണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കും കൂടെ കാഴ്ച ഒന്ന് കാട്ടിക്കൊടുക്കാൻ. കണ്ട ഒരു പട്ടി പോയത് കണ്ട. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ആശ്വാസമായി. ഞാൻ എൻ്റെ അമ്പലത്തിലേക്ക് വേഗം വേഗം നടന്ന് പോവാ. എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ? വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.